അതായത് കണ്ണൂരിലെ സംഭവങ്ങൾ ചെങ്കൊടിക്ക് നാണക്കേടാണ് എന്ന് പറയാനുണ്ടായ ഒരു സാഹചര്യം അങ്ങ് വിശദീകരിച്ചു. പക്ഷെ ആ പ്രസ്താവനയ്ക്ക് വലിയ മാനങ്ങളുണ്ട്. ചെങ്കുടിക്ക് നാണക്കേടെന്ന് പറയുമ്പോൾ പൊതുവായി CPI CPM ഉൾപ്പെടെ ഇടതുപക്ഷത്തെ മുഴുവൻ നാണക്കേടാണ്. അതിന്റെ അത് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കുടിയുടെ മാർഗമല്ല. ചെങ്കുടി അതിന്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുണിയൻകുന്നിലും കാവമ്പായിലും മഞ്ചികത്തും തെലങ്കാനയിലും തേവതാതയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടികളും അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരം വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കും ഉണ്ട്, ആ നിലപാട് CPM-നും ഉണ്ടാകാം. ഈ ചെങ്കൊടി ചെങ്കൊടി ഇപ്പൊ ചെങ്കൊടി തണൽ എന്ന് പറഞ്ഞു, ഏതാണ് ആരുടെ ചെങ്കൊടിയാണ് പിടിക്കുന്നത്? CPM-ന്റെ ആണോ CPI-യുടെ ആണോ? അതൊക്കെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ചെങ്കൊടി ചെങ്കൊടി, ആ ചെങ്കൊടിക്ക് മഹത്തായ ആശയമുണ്ട്, മഹത്തായ മൂല്യമുണ്ട്, മഹത്തായ ലക്ഷ്യബോധമുണ്ട്. ആ ചെങ്കൊടിയെ അങ്ങനെ വെട്ടിമുറിക്കേണ്ട കാര്യമില്ല. ഞാൻ താങ്കൾ എത്ര ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പ്രസ്താവിക്കുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കാത്തതൊന്നും ചോർത്തിയെടുക്കാമെന്നോ പറയിപ്പിക്കാമെന്നോ താങ്കൾക്ക് ശ്രമിക്കേണ്ടതില്ല. അത് നിഷ്ഫലമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും. ഇപ്പൊ പറഞ്ഞു ഇത് ചെങ്കൊടിയുടെ മാർഗമല്ല. ഇത്ര ഗുരുതരമായ വെളിപ്പെടുത്തൽ മനുവിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വെളിപ്പെടുത്തൽ CPM-ന്റെ സംസ്ഥാന മനുവിനുമൊക്കെ നിങ്ങളുടെ കാര്യം, എന്റെ കാര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ്. ഈ മികച്ച മുഖ്യമന്ത്രി അച്യുത മേനോനെ വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അങ്ങനെ അർത്ഥമൊന്നുമില്ലല്ലോ. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സഖാവ് അച്യുത മേനോനാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോധ്യം. അത് പറഞ്ഞു. അതിനപ്പുറം പിണറായി വിജയൻ മോശക്കാരനാണെന്നല്ല. കേരളത്തിന്റെ വികസനത്തിലും കേരളത്തിലെ വളർച്ചയിലെ ഏറ്റവും ഭാവനാബോധം വഴികണ്ടിച്ച മുഖ്യമന്ത്രി അച്യുത മേനോനാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പുതിയ കാര്യമല്ല. ആ ചർച്ചയിലേക്ക് പോകേണ്ടത് നമുക്ക് ഇല്ല. തുടർഭരണം ജനങ്ങൾ കൊടുത്തതാണ്. അവർക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയൊക്കെ നിറവേറ്റും. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ CPIക്ക് ഇത്തരത്തിൽ രൂക്ഷമായ വാക്കുകൾ പ്രതികരിക്കേണ്ടി വരുന്നു. ഒരു രൂക്ഷതയില്ലല്ലോ. രൂക്ഷത എവിടെയാണ്? രൂക്ഷത നിങ്ങൾ ആലോചിക്കുന്നതാണ്. ഏറ്റവും ശ്രവ്യമായ ഭാഷ, ഏറ്റവും ഉചിതമായ ഭാഷ, ഏറ്റവും രാഷ്ട്രീയമുള്ള ഭാഷ. രൂക്ഷത എവിടെയുണ്ട്? നിങ്ങൾക്ക് രൂക്ഷത അവസ്ഥ അറിയാം. പക്ഷെ തിരുത്തലിന് തുടങ്ങുന്നില്ലല്ലോ. അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിന്റെ ഭാഷയും ഭാവവും രൂപവും മാർഗവും ഒക്കെ അറിയാം. CPIക്കും അറിയാം, CPM-നും അറിയാം. ഞങ്ങൾ തിരുത്തി മുന്നേറും. തിരുത്തൽ വേണം. പക്ഷെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വമാണ് CPM-ന്റേത്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മാധ്യമങ്ങളെ പഴിചാരുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. ഞങ്ങൾ ജനങ്ങളെ അവരുടെ വിധിയെടുത്ത് നടത്തി കഴിഞ്ഞു. അത് പ്രകാരം ഞങ്ങളെ പിന്നാക്കി പോകുന്ന ഒരു വലിയ ഭാഗം ജനങ്ങൾക്ക് ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. അതാണ് CPIയുടെ ബോധ്യം. ഈ വിഷയങ്ങൾ വ്യക്തിപരമല്ലെന്ന് സഖാവ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ P. ജയരാജന്റെ മകനെതിരെയാണ് നിങ്ങൾ ബലപ്പെട്ടം ചെയ്താലും ഒരാളെ പറ്റിയും പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ആളുടെ കാര്യമല്ല. അത് വിട്ടുകളിച്ചേക്ക് പാഴ്വേലയാണത്. CPM സംബന്ധമായ ഒരു വിവാദമാണെന്നുള്ളത് അങ്ങ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉപയോഗിച്ച വാക്ക് കൃത്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, അതിൽ CPIയും CPM-ഉം എല്ലാവരും പെടുന്നത് നോട്ട് ഓഫ് ഇൻ സിംഗിൾ പാർട്ടി. നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധപൂർവ്വം വായിക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ CPM-വുമായി ബന്ധപ്പെട്ട് അങ്ങ് പറയുന്നില്ല. ഓക്കെ, കണ്ണൂരിലെ വിഷയത്തിൽ അങ്ങ് ഒരു പ്രസ്താവന ഇറക്കി. ഇതുപോലെ പത്തനംതിട്ടയിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി AP ജയനെതിരായ നടപടി CPM അത്തരം പ്രസ്താവനയിലേക്ക് ആഭ്യന്തരമായി ഗൗരവമുള്ള ചർച്ചയുടെ ഘട്ടം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഗീതയുടെ വേറെ പറയാം.